ആർ എസ് എസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ പശുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ചരിത്രപരമായിട്ട് തന്നെ പശു എന്ന് പറയുന്നത് ഭാരതീയർക്ക് അങ്ങനെ ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് പശുവിനോടുണ്ട്. അത് ഒരുപാട് പേരുടെ പുസ്തകങ്ങളിലും പഴയ ചരിത്രങ്ങളിലുമൊക്കെ കേരളത്തിലുൾപ്പെടെ അതുണ്ടായിട്ടുണ്ട്. പക്ഷേ ഗോഹത്യ അല്ലെങ്കിൽ ഗോവധ നിരോധനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ആർ എസ് എസിൻ്റെ തലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് പണ്ട് തൊട്ടേ ഭാരതത്തിൻ്റെ ഒരു ഘടകമായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരുപാട് ചരിത്രങ്ങളിൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ എത്രയോ വേലായുധൻ പണിക്കശ്ശേരി ഉൾപ്പെടെയുള്ളവരുടെ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ പഴയ കാലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആർ എസ് എസ് അല്ല ഇത് കൊണ്ടുവന്നതെന്ന് സത്യത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ആരുടെയെങ്കിലും തലയിലിടണമല്ലോ എന്നുള്ളത് കൊണ്ട് ആർ എസിൻ്റെ തലയിൽ അത് ഇടുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആർ എസിനോടുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. എന്താണ് ആർ എസിനെ സംബന്ധിച്ച് ഈ അല്ലെങ്കിൽ ഗ്രാമവികസനം ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരുമിച്ചാണല്ലോ? സത്യത്തിൽ അത് ഈ പുസ്തകത്തിൽ ഇതുമായിട്ട് സംബന്ധമായ പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രവർത്തനം വേണ്ടി വരുന്നത് ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഗോവ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലും ഭാരതത്തെ അനേകായിരം കൊല്ലങ്ങളായിട്ട് 1-2 നൂറ്റാണ്ടുകളല്ല സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിൽ. ഒന്ന് ഭാരതത്തിൻ്റെ ഗ്രാമ ജീവിതത്തെ, സാമ്പത്തിക ജീവിതത്തെ. രണ്ട് സാംസ്കാരിക ജീവിതത്തെ. വേദകാലം മുതൽ ഈ ഗോവ് എന്നുള്ളതൊരു സിമ്പലാണ്. അത് ഐശ്വര്യത്തിൻ്റെ സിമ്പലാണ്, സമ്പത്തിൻ്റെ സിമ്പലാണ്. അതുപോലെ തന്നെ ഈ സാമൂഹിക ജീവിതത്തിൻ്റെയും സിമ്പൽ മാത്രമല്ല, പങ്കാണല്ലോ, അതിൻ്റെ പങ്കാളിത്തം ഉള്ളതാണ്. പണ്ട് കാലത്ത് ഒരാൾ സമ്പന്നനാണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് എത്ര ഗോക്കൾ കൊണ്ട് അതിൻ്റെ എണ്ണത്തിലാണ്. ഇപ്പം ഉപനിഷത്തിലേക്ക് കഥ, ഈ യാജ്ഞവൽക്യൻ്റെയൊക്കെ കഥ പറയുമ്പോൾ ഇത്ര 1000 പശുക്കളെയാണ് സമ്മാനമായിട്ട്. ഇപ്പോൾ ദശരഥൻ മറ്റേ ജനകൻ നടത്തുന്ന യജ്ഞത്തിലുമൊക്കെ യജ്ഞങ്ങൾക്കൊക്കെ സമ്മാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്, ഇപ്പോൾ യാജ്ഞവൽക്യം നടത്തുന്ന ഒരു മത്സരത്തിൽ, യാജ്ഞവൽക്യം പങ്കെടുത്ത ഒരു മത്സരത്തിൽ പ്രഖ്യാപിക്കുന്നത് 1000 ഗോക്കളുടെ കൊമ്പിൽ സ്വർണം കെട്ടി, അതാണ് സമ്മാനം. ഏറ്റവും വലിയ പണ്ഡിതനാണെന്ന് തെളിയിക്കപ്പെടുന്ന ആളാണ്. അപ്പോൾ സമ്പത്തിൻ്റെ അടയാളവും കൂടിയാണ് ഗോവ്. സമ്പത്തുണ്ടാക്കുന്നതിൻ്റെ ഒരു ഉപാധി കൂടിയാണ് ഗോവ്. അപ്പോൾ ഭൗതിക ദൃഷ്ടിയിലും സാംസ്കാരിക ദൃഷ്ടിയിലും ആത്മീയ ദൃഷ്ടിയിലും ഗോവ് ഭാരതീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ടാണ് അതിനെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ്. ഇനി മധ്യകാലഘട്ടത്തിലേക്ക് വന്നാൽ ഇതിന് വേറൊരു രാഷ്ട്രീയ വശവും കൂടിയുണ്ട്. ഇപ്പം ഈ വിദേശ ആക്രമണങ്ങളുണ്ടാകുമ്പോൾ മതം മാറ്റം നടത്തുമ്പോൾ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? ഗോമാംസം തീറ്റിക്കുക. അത് കേരളത്തിലും ചെയ്തിട്ടുണ്ടല്ലോ, ടിപ്പു ചെയ്തിട്ടുണ്ട്, മാപ്പിള കലാപകാലത്ത് നടന്നിട്ടുണ്ട്. ഗോമാംസം തീറ്റിക്കുക. അപ്പോൾ അതൊരു സാംസ്കാരിക വിഷയമാണ്. കേവലം സാംസ്കാരികവും മതപരവുമാണ്, സാമ്പത്തിക കാര്യം മാത്രമല്ല. കാരണം ഒരാളെ അഭാരതീയനാക്കാനോ അഹിന്ദു ആക്കാനോ ഗോമാംസത്തിനെ ഒരു ആയുധമാക്കുകയാണ്. അപ്പോൾ ആ നിലയിലും ഗോവ് ഹിന്ദു ജീവിതവുമായി ഭാരതീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. സാംസ്കാരികമായ ഉന്നമനത്തിന് ഉണ്ട്, പിന്നെ ദാർശനികമായ തലത്തിൽ അതൊരു സിമ്പലാണ്, ഭൗതികമായ ജീവിതത്തിനൊരു ഉപാധിയാണ്, മതപരമായ ജീവിതത്തിന് അതൊരു ആയുധവുമായിരുന്നു. ഇങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും ഗോവ് എന്നുള്ളത് ഭാരതീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതിനെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. ഭാരതത്തെ നിലനിർത്താൻ, അതിനെ വൈഭവത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്വാഭാവികമായിട്ടും ഇതിനെ അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗോസംരക്ഷണം അതിൻ്റെ ഒരു ഭൗതിക ദൃഷ്ടിയിൽ നോക്കിയാൽ ഗോസംരക്ഷണം എന്ന് പറയുമ്പോൾ പാല് മാത്രമല്ല, ഇപ്പോൾ എത്രയോ തരം പശുക്കൾ ഭാരതത്തിലുണ്ട്. ഈ കേരളത്തിൽ തന്നെ നാടൻ പശുക്കൾ എത്രയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പാലിൻ്റെ ഔഷധ ഗുണങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഔഷധവുമായിട്ട്, പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ അതൊരു സാംസ്കാരികമോ മതപരമോ ആയ സാധനമായിട്ട് മാറും. അല്ലാതെ തന്നെ അതിനെ വേറെ നോക്കിയാൽ എത്രയോ വലിയ ഔഷധ ഗുണങ്ങളുള്ള സംഗീതങ്ങളാണ്. പശുവിൻ്റെ പാല്, മൂത്രം, പിന്നെ ഇപ്പോൾ ഗോമൂത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും പുച്ഛിക്കും. വാസ്തവത്തിൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ 2 തരം ഉൽപ്പന്നങ്ങളുണ്ട് ഗോമൂത്രം കൊണ്ട്. ഒന്ന് സുഗന്ധദ്രവ്യങ്ങൾ, 2 ഔഷധങ്ങൾ. ഇപ്പോൾ ഈ കേരളത്തിലിപ്പോൾ ഉണ്ട്. മുഴുവൻ ഭാരതത്തിലും ഗോ ആധാരിത ഉൽപ്പന്നങ്ങൾ, ഔഷധങ്ങളും ഒപ്പം
ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങളും കോടാനുകോടി രൂപയുടെ വസ്തുവകകൾ ഉണ്ടാക്കുന്നുണ്ട്. ജൈവ കൃഷിക്ക് വേണ്ട വളം ഇതിൻ്റെ ഗോവിൻ്റെ ചാണകമാണ്. അതുപോലെ തന്നെ പാല് പരിഷ്കരിച്ച് ഉണ്ടാക്കുന്ന തൈരും നെയ്യും ഒക്കെ മോരും ഒക്കെ എത്ര കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവനോപാധിയാണ്. അപ്പോൾ ആ ജീവനോപാധി അതിനെ ശാസ്ത്രീയമായി എങ്ങനെ സംരക്ഷിക്കാം, അതിന് നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ എന്താണ്, അത് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റാണ്. ഈ ഗോസംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ. അല്ലാതെ ചെയ്യുന്നത് ഒത്തിരിയുണ്ട്. സംഘം തന്നെ നേരിട്ട് ചെയ്യുന്ന, സംഘമോ സംഘപ്രസ്ഥാനങ്ങളോ നേരിട്ട് ചെയ്യുന്ന വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഭൗതിക ദൃഷ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊക്കെയുള്ളത് ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഔഷധത്തിൻ്റെ ദൃഷ്ടിയിൽ പിന്നെ ഇതിൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം, ഈ ഗോക്കളുടെ വൈവിധ്യം സംരക്ഷിക്കണം. അത് സംരക്ഷിക്കുന്ന ചെറിയ പ്രയത്നം പോരാ, അതിന് പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും, പ്രത്യേക തരത്തിലുള്ള സുരക്ഷാ ഇപ്പോൾ എന്തുകൊണ്ടാണ് വെച്ചൂർ പശുവിനെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ നിസ്സാരമായി ഇപ്പോഴും കേരളീയർ വേണ്ട പോലെ ഗൗരവത്തിലെടുക്കാത്തൊരു സാധനമാണ്. വെച്ചൂർ പശുക്കളെ മുഴുവൻ വിഷം കൊടുത്ത് കൊന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ, ഒരമ്മയുണ്ടായിരുന്നു, അവരാണ് വെച്ചൂർ പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള ത്യാഗമുണ്ട്. ഒരു എമിലിന്നോ അങ്ങനെ അല്ല, എമിലി അല്ല, വേറെ എന്തോ ഒരു പേരാണ്, ഒരു ക്രിസ്ത്യൻ പേരാണ്. ആ അമ്മ അവർ ഡോക്ടറാണ്, അവർ നടത്തിയിട്ടുള്ള പ്രയത്നം. അപ്പോൾ ഈ ലോകത്ത് തന്നെ അപൂർവമായ ഒന്നാണ് വെച്ചൂർ പശു എന്ന് പറയുന്നത്. അതിൻ്റെ പാലിൻ്റെ ഔഷധം അളവ് കുറച്ചേ കിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര. അപ്പോൾ ഇത്തരം വൈവിധ്യ സംരക്ഷണം ഇതിന് RSS എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രവർത്തനം. ഇപ്പം മുമ്പ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ RSS അല്ല ഇത് തുടങ്ങിയത്. ഇപ്പോൾ 50കളുടെ തുടക്കത്തിൽ തന്നെ ഒരു സംരക്ഷണ യാത്ര ദേശീയ തലത്തിൽ നടത്തിയിരുന്നു. RSS അതിൽ പങ്കാളിയായിട്ടുണ്ട്. RSSൻ്റെയും കൂടി പങ്കാളിത്തത്തോടു കൂടി ദേശീയ തലത്തിൽ സംരക്ഷണ യാത്ര, ഗോവധ നിരോധന യാത്രയല്ല, അങ്ങനെയാണ് പ്രചാരണം വന്നത്. ഗോവധം നിരോധിക്കാൻ വേണ്ടിയിട്ട് RSS പ്രചാരണം നടത്തുന്നു. അത് മുസ്ലിങ്ങൾക്കെതിരാണ്. ഇത് മുസ്ലിങ്ങളുമായിട്ട് എന്ത് ബന്ധം? ഗോവുമായിട്ട്, ഇസ്ലാം മതവുമായിട്ട്, പശുവുമായിട്ട് മതപരമായ യാതൊരു ബന്ധവുമില്ല. അപ്പം ഗോവധം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരാകുന്നു എന്നുള്ളത് ഈ നാട്ടിലെ കപട രാഷ്ട്രീയക്കാർ നടത്തിയൊരു പ്രചാരണം മാത്രമാണ്. അതിൽ പെട്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അവർ. മുസ്ലിങ്ങളിലും വലിയൊരു വിഭാഗം ഇത് ഞങ്ങളുടെ എന്തോ ഒരു കാര്യം അവകാശം കവർന്നെടുക്കുകയാണ്. അങ്ങനെ ഇല്ല. സംരക്ഷണ യാത്രയാണ് 50കളിൽ നടത്തിയത്. ആ സംരക്ഷണ യാത്രയുടെ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വെച്ചിട്ട്, പിന്നെ കൊയിലാണ്ടിക്കപ്പുറം നമ്മുടെ PT ഉഷയുടെ നാട് പയ്യോളിയിൽ ഇതിൻ്റെ പേരിൽ നടത്തിയ പൊതുയോഗം ആക്രമിക്കുകയും ഒരു ആളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൻ ഗുമസ്തൻ എന്ന് പറയുന്ന അദ്ദേഹം ആ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിനെ ആക്രമിച്ച് കൊന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ. ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണെന്ന് വിചാരിച്ചിട്ട്, അവർക്കെതിരായ കാര്യമാണെന്ന് വിചാരിക്കുകയും മുസ്ലിങ്ങളും മുസ്ലിം ലീഗും ഒക്കെ അതിനെ എതിർക്കുകയും തടയാൻ ശ്രമിക്കുകയും കൊലപാതകം നടക്കുകയും വലിയ കലാപം നടക്കുകയും ചെയ്തു ആ പ്രദേശത്ത് പയ്യോളിയിൽ. അപ്പോൾ അതെല്ലാം സംരക്ഷണമായിരുന്നു. കേളപ്പജിയൊക്കെ അതിൻ്റെ കൂടെ ആയിരുന്നു. കേളപ്പജിയായിരുന്നു ആ യോഗത്തിലെ പ്രസംഗകൻ. അപ്പോൾ ഇത് കേളപ്പജി RSS അല്ലല്ലോ. അപ്പോൾ ഇത് ദേശീയ തലത്തിൽ സംരക്ഷണം, വൈവിധ്യ സംരക്ഷണം എന്നുള്ള നിലയിൽ നടത്തിയ പ്രവർത്തനം ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റിലുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷി ഭാരതത്തിൽ ഇപ്പോഴും ഏതാണ്ട് ഒരു കുറച്ച് വർഷം മുൻപ് വരെ 80% ചരക്ക് നീക്കം കന്നുകാലികളെ കൊണ്ടായിരുന്നു. മുഴുവൻ ഭാരതത്തിലും കാർഷിക മേഖലയിൽ ചരക്ക് നീക്കം മുഴുവൻ ഈ കന്നുകാലികളെ കൊണ്ടായിരുന്നു. അതുപോലെ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന വളം ഈ ചാണകവും അടക്കമുള്ള മൂത്രം അടക്കമുള്ള അതായിരുന്നു ജൈവ വളമാണ്. ഇപ്പോഴും ചാണകം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോഴും രാജ്യത്തിന് വേണ്ടത്ര ഗോക്കളില്ല എന്നർത്ഥം. അപ്പോൾ അതിനെ അളവില്ലാതെ കൊന്നു തീർത്താലോ? അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്ത് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ ഒരു കണ്ടൻറ്റാണ്. അതുപോലെ തന്നെ ഗ്രാമവികാസം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. ഗോക്കളുടെ സംരക്ഷണം മാത്രം, ഗ്രാമവികാസത്തിൽ ഗോക്കളുടെ പങ്ക്. ഇപ്പോൾ ഈ കേരളത്തിൽ പോലും ചെറിയ ഗ്രാമങ്ങളാണല്ലോ കേരളത്തിലുള്ളത്. ഇപ്പോഴും ഗോക്കളെ കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്.
ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ, വലിയ കാർഷിക രാജ്യമല്ലാത്ത ഈ നാട്ടിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒരു പശുവിനെ കൊണ്ടെങ്കിലും ജീവിച്ചു പോകുന്ന വീടുകളുണ്ട് ഓരോ നാട്ടിലും. അത് സംരക്ഷിക്കണ്ടേ? അവർക്ക് പിന്തുണയും സഹായവും ആവശ്യമുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ എന്ത് നടത്തുന്നു എന്നുള്ള അത്തരം ഒരു യാത്ര കഴിഞ്ഞ കുറച്ച് വർഷം മുന്നേ കേരളത്തിൽ നടത്തിയിരുന്നു. കേരളത്തിൽ മുഴുവൻ ഭാരതത്തിൽ നടത്തി ഗോഗ്രാമ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വമംഗള ഗോഗ്രാമ യാത്ര എന്ന പേരിട്ടിട്ട് മുഴുവൻ ഭാരതത്തിലുമാണ് നടത്തിയിരുന്നത്, കേരളത്തിലും നടത്തി. അപ്പോൾ 50കളിൽ നടത്തിയതും ഇപ്പോൾ നടത്തിയതും ഉണ്ട് എന്നർത്ഥം. അതിൽ ഗോവും ഗ്രാമവും ഒന്നിച്ച് പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യം, ഗ്രാമജീവിതത്തിനും കാർഷിക ജീവിതത്തിനും ജൈവവളം കിട്ടേണ്ടതിൻ്റെ ആവശ്യം. ഇപ്പം ഞാനൊരു ഉദാഹരണം ഇതുമായിട്ട് ബന്ധപ്പെടാത്തൊരു പോയിൻ്റ് കൂടെ പറയാം. ഇപ്പം കഴിഞ്ഞ ഒരു 2 തലമുറയ്ക്കുള്ളിൽ ജനിച്ച എത്രയോ കുഞ്ഞുങ്ങൾ ജന്മന വൈകല്യമാണ്. അനേകം തരം വൈകല്യം, കാഴ്ച വൈകല്യം, ബുദ്ധി വൈകല്യം, ശാരീരിക വൈകല്യം. ഞാൻ ഗവേഷണം നടത്തിയിട്ട് പറയുകയല്ല, അതിലൊട്ടനവധി വൈകല്യങ്ങൾക്കോ ജന്മനാലുള്ള രോഗങ്ങൾക്കോ ഒരു പക്ഷേ കാരണം, അത് ഡോക്ടർമാർ ശാസ്ത്രജ്ഞന്മാർ പറയേണ്ടതാണ്. ഞാൻ ഊഹിക്കുന്നത് ഈ ആഹാരത്തിലെ ഈ കെമിക്കൽ കണ്ടൻറ്റ് വർദ്ധിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ എങ്ങും പോകണ്ട, കേരളത്തിലെങ്കിലും ഇത് നമ്മുടെ നാട്ടിലെ ഈ സാധാരണ കാർഷിക ഉൽപ്പന്നങ്ങൾ കഴിച്ച് എത്രയോ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിട്ട് ജീവിച്ചിരുന്നു. 70, 80, 90 വയസ്സായാലും ഒരു സൂക്കേടും ഇല്ലാത്തവർ. ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ രോഗം വരാൻ കാരണം എന്താ? ആഹാര പ്രശ്നം തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ജൈവ വളം എന്നുള്ളത് അല്ലാതെ രാസവളത്തിൽ എല്ലാ വളം മാത്രമല്ല, ആഹാരത്തിലൂടെ ചേർക്കപ്പെടുന്ന കെമിക്കൽ. അപ്പോൾ ഇതിനൊക്കെ അതിജീവിക്കണമെങ്കിൽ പ്രസംഗം കൊണ്ട് സാധ്യമല്ല, ജീവിതക്രമത്തെ മാറ്റേണ്ടി വരും. അപ്പോൾ ഗ്രാമജീവിതത്തെ കാർഷിക കേന്ദ്രിതമാക്കുകയും ആ കാർഷിക ജീവിതത്തെ ജൈവ കേന്ദ്രിതമാക്കുകയും, ജൈവ കേന്ദ്രിതമാക്കണമെങ്കിൽ ഗോസംരക്ഷണമാണ്. ഇതൊരു ചെയിനാണ്. ഗോസംരക്ഷണം ഇത് അത്ര എളുപ്പമല്ല. ഒരു പ്രസംഗം കൊണ്ട്, ഒരു നാളത്തെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ ഒരാണ്ടത്തെ പ്രവർത്തനം കൊണ്ട് തീർക്കാവുന്നതല്ല. നിരന്തര പ്രവർത്തനം ആവശ്യമാണ്. അതുകൊണ്ട് പണ്ടത്തെ ഗോസംരക്ഷണ യാത്രയും ഇപ്പോൾ നടത്തിയ വിശ്വമംഗള ഗോഗ്രാമ യാത്രയുടെയും പ്രവർത്തനം ഒക്കെ, ഈ പണ്ടത്തെ ഗോഗ്രാമയാത്രയുടെ പേര് ഈ പുസ്തകത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കുക. അതിലാണ് നമ്മുടെ വർഗീസ് കുര്യൻ, അദ്ദേഹം RSS എന്ന് കേട്ടാൽ ഇങ്ങനെ എന്തോ വലിയ സംഭവമാണ്, വലിയ കുഴപ്പക്കാരാണ്, കൊലപാതകികളാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കുര്യൻ അടക്കമുള്ള ക്രിസ്ത്യാനികളെയൊക്കെ ഓടിക്കാൻ നിൽക്കുന്നവരാണെന്നൊക്കെ ധരിച്ചു വെച്ചിരുന്ന സമയത്താണ് ഈ ദേശീയ തലത്തിൽ ഗോസംരക്ഷണ യാത്ര നടത്തിയതും ഭാരത സർക്കാരിൻ്റെ മുമ്പിൽ ഒരു വലിയ ആലോചനാ യോഗം നടന്നതും അനേകം തവണ ആ മീറ്റിംഗ് നടക്കുകയും അതിൽ ഗുരുജിയുണ്ട്. ഇദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ, ഈ രംഗത്ത് ഒരു വിപ്ലവം നടത്തിയ ആളെന്നുള്ളതൊക്കെ അദ്ദേഹമൊക്കെ ഉണ്ട്. അദ്ദേഹം ഗുരുജിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ, അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത മതിപ്പും ആദരവും ഗുരുജിയെക്കുറിച്ച് ഉണ്ടായതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതും ഈ ഗോസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദർഭം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അത്തരം ഈ ഗ്രാമങ്ങളിൽ ഇതെങ്ങനെയാണ് ഗോസംരക്ഷണം നടത്തുന്നത് എന്നുള്ള പ്രവർത്തനം. അപ്പോൾ അതിനു വേണ്ടി ഓരോ ഗ്രാമത്തിൽ സമിതിയുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഈ രജിസ്റ്റർ മുമ്പേ നമ്മുടെ കർണാടക മന്ത്രി ഇതൊന്നും രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസല്ല. നാട്ടും പുറത്ത് ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് അവരുടെ സാമൂഹിക ജീവിതത്തെ, സാമ്പത്തിക ജീവിതത്തെ ഭദ്രമാക്കാനുള്ള പ്രവർത്തനം അത് നമുക്ക് വേണ്ടി ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി ചെയ്യുന്നു, നമ്മുടെ നാട് സുഖകരമായി ജീവിക്കാൻ. ഈ പ്രവർത്തനത്തിന് സമിതികളുണ്ട്. ഇപ്പോൾ RSS ഇപ്പോൾ അതാണല്ലോ, RSS ഈ ശതാബ്ദിയോടനുബന്ധിച്ച് ഒരു പദ്ധതി കൂടി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ശതാബ്ദി വർക്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചതല്ല, കുറച്ച് നാളായിട്ട് പ്രഖ്യാപിച്ച ശതാബ്ദിയുടെ ഭാഗമായിട്ട് വ്യാപകമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല തന്നെ, ഒരായാം ഗോസേവ. മറ്റത് ഗ്രാമവികാസം എന്ന് പറയുന്നൊരു പ്രവർത്തനം പണ്ടേയുണ്ട്, ഗോസംരക്ഷണം എന്ന് പറയുന്നൊരു പ്രവർത്തനം പണ്ടേയുണ്ട്. പക്ഷേ ഗോസേവ എന്നൊരു പ്രത്യേക ആയാം തന്നെ, ഒരു മേഖല തന്നെ തീരുമാനിച്ച് അതിനുവേണ്ടി ഓരോ നാട്ടും പുറത്തും പ്രവർത്തകരെ സംഘടിപ്പിച്ച് ആ നാട്ടിലെ ഗോസംരക്ഷകരെയും കർഷകരെയും സംഘടിപ്പിച്ചിട്ട് ഇതിനെ പരസ്പര പൂരകമാക്കി കൊണ്ട് നടക്കുന്ന ഒരായാം തന്നെ ശതാബ്ദി പ്രവർത്തനത്തിൽ വ്യാപകമാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മേഖലയാണിത്. അതും ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റാണ് എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത്. ഇപ്പം മറ്റ് വിഷയങ്ങളെയൊക്കെ വെച്ച് നോക്കിയാൽ ഇനി അങ്ങോട്ട് ഓരോ രംഗവും പ്രധാനമാണെങ്കിലും ഭാരതത്തിൻ്റെ സാമ്പത്തിക, സാംസ്കാരിക, ആരോഗ്യരംഗത്തെ അതുകൂടി പറയേണ്ടി വരും. സാംസ്കാരിക,
സാമ്പത്തിക ആരോഗ്യ രംഗത്തെ എല്ലാ കാലത്തും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് ഗോവ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പ്രാധാന്യമുണ്ട് എന്ന് ഇന്നും നമ്മുടെ ഭരണാധികാരികൾ ദേശീയ തലത്തിൽ ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു ആലോചന വന്നത്. ഈ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലമായിട്ട് ഇതൊന്നും ആലോചിച്ചില്ല. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അധികാരം കിട്ടിയാൽ ഗോവധം ഞാൻ നിരോധിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രാധാന്യം ഈ ഒരു രംഗത്തിനുണ്ട് എന്ന് മാത്രം. ഗാന്ധിജി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കില്ല. അതെ അതെ, ഗാന്ധിജി പറഞ്ഞ ചില കാര്യം എടുക്കാൻ പാടില്ല. കാരണം എടുത്തെന്നാൽ അത് സാംസ്കാരികമാകും. അത് സാംസ്കാരികമായ ഹൈന്ദവമാകും, ഹൈന്ദവമായത് ദേശീയമാകും. അപ്പോൾ ഈ രാഷ്ട്രീയമായ കൊച്ചു കൊച്ചു രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യത്തെ തന്നെ കുരുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അതിജീവിക്കാൻ എനിക്ക് ഒന്ന് എടുത്തു പറയാനുള്ള കാര്യം, പ്രത്യേകിച്ചും ഇത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല. മുസ്ലിങ്ങൾ തന്നെ ഗോസംരക്ഷകരില്ലേ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഒരു കാര്യം, ഞാൻ പയ്യൻ്റെ പേര് ഓർക്കുന്നില്ല, ഒരു 2 കൊല്ലമേ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നിലമ്പൂരിൽ ഒരു കൊച്ചു പയ്യൻ, ഒരു മുസ്ലിം പയ്യനാണ്. അവന് എനിക്കൊന്ന് എൻജിനീയറിങ് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതുപോലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ. ആ പയ്യൻ, ആ ചെറുപ്പക്കാരൻ, ആ പുതിയ യുവാവ്, അയാൾ ഫാം നടത്തുന്നു, പശു ഫാം നടത്തുകയാണ്. അത് അറിയാൻ കാര്യം എന്താ വെച്ചാൽ അയാൾക്കെതിരെ കേസ് കൊടുത്തു നാട്ടുകാർ. അടുത്ത പശുവിൻ്റെ മൂത്രം വരുന്നു, ചാണകം വരുന്നു, നാറ്റം വരുന്നു. അസൂയ കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്ന ഒരു നല്ല മേഖലയിൽ അവൻ വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ സ്വാശ്രയശീലത്തോടു കൂടി ഒരു നല്ല പ്രവർത്തനം നടത്തുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യണ്ടേ? ഇതിൻ്റെ മണം ദുർഗന്ധമൊന്നും അല്ലല്ലോ. പശുവിൻ്റെ പണ്ടെല്ലാ വീട്ടിലും പശു ഉണ്ടായിരുന്നില്ല, എന്ത് നാറ്റം ഉണ്ടായിരുന്നു. പശുവിൻ്റെ ചാണകവും മൂത്രവും ഒരു ദുർഗന്ധമായിട്ട് ആർക്കും തോന്നിയിരുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയ ദുർഗന്ധമാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആ ചെറുപ്പക്കാരൻ ഹയർ എഡ്യൂക്കേഷൻ കിട്ടിയ പിന്നെ വരുമ്പോൾ ഇപ്പോൾ അടുത്ത നാളിൽ ഒത്തിരി വാർത്ത വന്നു. IT ആയിരുന്നു, വേണ്ടെന്ന് വെച്ചു. ഇത് ഇന്നത്തെയും കൂടെ ഇന്നലെ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ വന്ന പത്രങ്ങളിലുണ്ട്. IT രംഗത്ത് വലിയ പ്രൊഫഷനായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ട് പശു വളർത്തുന്നു, ആടിനെ വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട് അനേകം ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ രംഗത്ത് ഇപ്പം വന്നിരിക്കുന്നു. അവർ ഇത് മതവിഷയമാണെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. ഞാൻ പറയാൻ വന്നതാണ്, മുസ്ലിം വിഷയമല്ല, മുസ്ലിം വിഷയമാണ്, അവരുടെ കൂടി ജീവൽ പ്രശ്നമാണ്. പിന്നെ എവിടെയെങ്കിലും തല്ലി, അതൊന്നും ഈ പുസ്തകത്തിൻ്റെ വിഷയമല്ല. അടിക്കുന്നു കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ പശു മോഷണമാണ്. അത് മനസ്സിലാകണമെങ്കിൽ അതിനെ വളർത്തി അതുകൊണ്ട് കുടുംബം പുലർത്തുന്ന ഒരുവൻ്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അത് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവൂ. ഒരു കുടുംബജീവിതത്തെ തകർത്ത് കളയാണ് ഒരു പശുവിനെ ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ. ഈ പലയിടത്തും ഈ പശു മോഷ്ടിക്കുന്നവർ പോലീസുകാരെ ഉൾപ്പെടെ വെടിവെച്ച് കൊന്ന വാർത്തകളുണ്ട്. പക്ഷേ ഈ വാർത്തകളൊന്നും ആഘോഷമാക്കുന്നില്ല. കാര്യം ആഘോഷമാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് പലയിടത്തും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും ഈ മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം നല്ലൊരു ശതമാനവും ഉണ്ടാകുന്നത്. പക്ഷേ അതിനെപ്പറ്റി ഒരു ചർച്ചകൾ അല്ലെങ്കിൽ അത് എത്ര വീഡിയോ വരുന്നു, പശുവിനെ ലോറിയെ കയറ്റി പീഡിപ്പിച്ചു. നമുക്ക് പോലും സഹിക്കത്തില്ല. ഒരു പ്രാണിയെ എങ്ങനെ പീഡിപ്പിക്കാൻ പാടുണ്ടോ? അതുപോലെ ആടിനെയൊക്കെ പിടിച്ച് വഴിയരികിലൊക്കെ നിൽക്കുന്നതിനെ വളച്ച് കെട്ടി കാറിൻ്റെ ഡിക്കിയിലൊക്കെ, കാറിനകത്ത് പശുവിനെയൊക്കെ കാറിൽ കയറ്റിക്കൊണ്ടു കണ്ടിട്ടുണ്ട്. അപ്പം അതുങ്ങളെ പീഡിപ്പിക്കുന്നത് മാത്രമല്ല, ഒരു കുടുംബജീവിതത്തിൻ്റെ ജീവിത ഉപാധിയെയാണ് തകർത്ത് കളയുന്നത്. അവൻ്റെ ജീവൻ, ഒരു കുടുംബം 5 8 10 പേരുടെ ജീവിതം തകർത്ത് കളയുമ്പോൾ അവർ പ്രതികരിക്കില്ലേ? അപ്പോൾ അതൊന്നും ഈ പുസ്തകത്തിൻ്റെ വിഷയമല്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു മാത്രം. എന്ന് വെച്ചാൽ ഇടപിരിക്കാനാവാത്ത സാമ്പത്തിക, സാംസ്കാരിക, ആധ്യാത്മിക ജീവിത ബന്ധമുള്ള, ജീവിതഗന്ധിയല്ല, ജീവിതം തന്നെ ആയിട്ടുള്ള കാര്യമാണ് ഗോസംരക്ഷണവും ഗ്രാമസംരക്ഷണവും. ഗ്രാമം വികസിക്കാതെ ഭാരതം നിലനിൽക്കില്ല. ഗാന്ധിജിയും പറഞ്ഞത് അതായിരുന്നല്ലോ. ഒരു കാര്യം കൂടി ഞാനതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കണ്ടൻ്റല്ല, പക്ഷേ ഇതൊരു ആശയവും കൂടിയാണല്ലോ. 1946 ഒക്ടോബർ മാസം 5-ാം തീയതി, ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ട്, ഗാന്ധിജി നെഹ്റുവിനൊരു കത്തയക്കുന്നുണ്ട്. നേടാൻ പോകുന്ന സ്വാതന്ത്ര്യം, രാജ്യം എങ്ങനെയാണ് ഭരിക്കാൻ പോകുന്നത്, അതിൻ്റെ വികസനവും കാര്യങ്ങളും എങ്ങനെ വേണം, എൻ്റെ സങ്കല്പത്തിലുള്ള രാമരാജ്യം എന്താണ് എന്ന് വിശദീകരിച്ച നീണ്ട ഒരു കത്താണ്. അതിൽ ഗാന്ധിജി വിശദീകരിക്കുന്നത് ഗ്രാമവികാസത്തെക്കുറിച്ചാണ്. ഗ്രാമം വളർന്നാലാണ് ഭാരതം വളരുക, ഗ്രാമം വികസിച്ചാൽ ഭാരതം വികസിപ്പിക്കാം. അതുകൊണ്ട് ഗ്രാമസംരക്ഷണമാണ് ഭാരതത്തിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശദീകരണം. ഒക്ടോബർ 9-ാം തീയതി കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. 1946 ഒക്ടോബർ 9-ാം തീയതി 4-ാം ദിവസം അദ്ദേഹം മറുപടി അയച്ചു.
ആ മറുപടിയിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ഗാന്ധിജിയുടെ ഈ സങ്കല്പത്തെ വേരോടെ അറുത്തെറിയുകയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത്. ഗ്രാമത്തിൽ നിന്ന് ആധുനിക ഭാരതം ഉണ്ടാക്കാൻ കഴിയില്ല, അന്ധവിശ്വാസവും കെട്ട ജീവിതവുമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഗ്രാമവികാസം എന്നുള്ളത് അശാസ്ത്രീയവും അപ്രായോഗികവുമാണ്, കാലത്തിന് ചേരാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ 100% തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു നെഹ്റുവിൻ്റെ മറുപടി. അത് ഞാൻ പറയാൻ കാര്യം, ഇന്നും ഇപ്പോൾ എത്ര വർഷമായല്ലോ, ഗ്രാമജീവിതത്തിൻ്റെ വളർച്ച എന്നുള്ളത് പരമപ്രധാനമല്ലേ? ഇപ്പോൾ മോഡി ചെയ്യുന്നത് എന്താണ്? വാസ്തവത്തിൽ അതിൻ്റെയൊക്കെ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത് ഈ പുസ്തകത്തിൽ വരും. അതായത് ഗ്രാമജീവിതം വളർന്ന ജനങ്ങൾ നഗരത്തിൽ ചേക്കേറുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് ഗ്രാമജീവിതത്തിനെ ഉയർത്തൽ തന്നെയാണ് രാജ്യത്തിനെ സന്തുലിതമായി ഉയർത്താൻ. ഇപ്പോൾ മറ്റതിനെ താഴ്ത്തുകയല്ല, നഗരജീവിതത്തിനെയോ വ്യാവസായിക ജീവിതത്തിനെയോ താഴ്ത്തേണ്ടതില്ല. ഗ്രാമജീവിതത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇതിനൊരു ബാലൻസിങ് ആവും. അങ്ങനെ ഒരു ബാലൻസിങ് ഉണ്ടായില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യം അട്ടിമറിക്കപ്പെടും. സ്വാഭാവികമായിട്ടും പീഡിപ്പിക്കപ്പെടുന്ന, തഴയപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, ഗ്രാമജീവിതം കൊണ്ട് പൊറുതിമുട്ടുന്ന കോടാനുകോടി ഭാരതീയർ പൊട്ടിത്തെറിക്കും. അത് രാജ്യത്തിൻ്റെ ദീർഘകാല സുരക്ഷയ്ക്ക് നല്ലതല്ല. അതുകൊണ്ട് RSS തീരുമാനിക്കുന്നു, ഗ്രാമജീവിതത്തിനെ കരുപ്പിടിപ്പിക്കുക മാത്രമല്ല, ഗ്രാമജീവിതത്തിനെ സമ്പുഷ്ടമാക്കണം. സമ്പുഷ്ടമാക്കണമെങ്കിൽ ഭൗതിക ജീവിതം സമ്പുഷ്ടമാകണം. ഭൗതിക ജീവിതം സമ്പുഷ്ടമാകാൻ കാർഷിക മേഖല ഉത്തേജിപ്പിക്കപ്പെടണം. കാർഷിക മേഖലയിൽ ഒപ്പം ചേർത്ത് നിർത്തേണ്ടതാണ് ഗോവും ഗോസംരക്ഷണവും ഗോസമ്പത്തും. അത് RSS ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ സാധനമാണ് ഈ പുസ്തകത്തിലെ കണ്ടൻറ്റ്. വാസ്തവത്തിൽ ഗ്രാമവികാസം ആഗ്രഹിക്കുന്നവരുടെ ഹാൻഡ് ബുക്ക് കൂടിയാണെന്നർത്ഥം. ആകാവുന്ന പുസ്തകമാണ് ഇത്. അതുകൊണ്ട് RSSലുള്ളവർ മാത്രമല്ല, കൃഷിക്കാരടങ്ങി ഈ പുസ്തകം വാങ്ങി വായിക്കേണ്ടതാണ്. കൃഷിക്കാരും ഗോസംരക്ഷകരും പശുപാലകരും ഒക്കെ, പശുപാലന്മാരല്ല പശുപാലകർ ഒക്കെ ഈ പുസ്തകം അവരുടെ കൈപ്പുസ്തകമാക്കേണ്ടതാണ്. ആ പുസ്തകം എനിക്ക് തോന്നുന്നത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകരിക്കുന്നതും കൂടിയായിരിക്കും.